ഈസ്റ്റർ ദിനത്തിൽ സത്യം വിജയിക്കുമെന്ന ആശംസാ വീഡിയോയുമായി പി ദിവ്യ. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിലെയും സത്യം പുറത്തുവരുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചാണ് പി ദിവ്യയുടെ ആശംസാ സന്ദേശം. ഒപ്പമിരുന്നവരാണ് ഒറ്റിക്കൊടുത്തതെന്ന് യേശുവിന്റെ കുരിശുമരണത്തെ സൂചിപ്പിച്ച് CPIM-നെതിരെയും പരോക്ഷ വിമർശനമുയർത്തുകയാണ് പി ദിവ്യ. തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയായിരിക്കും. വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തികമായ സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യും. ഈസ്റ്റർ ദിനത്തിൽ കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റാരോപിതയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ ആശംസാ സന്ദേശമാണിത്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കുതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. എ.ഡി.എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോടതിയിലും പോലീസ് അന്വേഷണത്തിലും എ.ഡി.എം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ദിവ്യ ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇത് സാധൂകരിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച ഘട്ടത്തിലാണ് ദിവ്യയുടെ പരോക്ഷ പരാമർശങ്ങൾ നിറഞ്ഞ പ്രതികരണം. പാർട്ടി തലത്തിലും സംരക്ഷണം ലഭിച്ചില്ലെന്ന പരാതി ദിവ്യയ്ക്കുണ്ട്. പാർട്ടിക്കുള്ളിലെ എതിരാളികൾക്കെതിരെയും പരോക്ഷ വിമർശനമുണ്ട്. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസമാണ് കോടതി തള്ളിയത്. ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാലും ഞായറാഴ്ച സത്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈസ്റ്റർ ദിനത്തിലുള്ള ദിവ്യയുടെ പ്രതികരണം. റിപ്പോർട്ടർ, കണ്ണൂർ.